നമസ്കാരം. പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ജൂലൈ മാസം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യ 2 ട്രേഡിംഗ് സെഷനുകളിലും നിഫ്റ്റിയെ സംബന്ധിച്ച് കാര്യമായൊരു റാലിയൊന്നും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ സെഷനിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്യുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻട്രാഡേ ഹൈയിൽ നിന്നും ഏകദേശം 230 പോയിന്റോളം നഷ്ടമാണ് സെഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, 25,500 എന്നൊരു ലെവലും ബ്രേക്ക് ചെയ്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാം. 88 പോയിന്റിന്റെ നഷ്ടത്തിൽ 25,453 എന്ന റേഞ്ചിലാണ് നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. DISും FIS ആക്ഷൻ നോക്കുകയാണെങ്കിൽ DIS 3,336.68 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ FIS നെറ്റ് സെല്ലേഴ്സായിട്ട് മാറിയിരിക്കുന്നു. 1,561 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളുടെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. US ഫ്യൂച്ചേഴ്സും വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് തുടക്കത്തിൽ എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം US ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ US മാർക്കറ്റിനെ സംബന്ധിച്ച് ജൂണിലെ ജോബ് റിപ്പോർട്ട്സ് ഒക്കെ വരാനിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഏഷ്യൻ വിപണികളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും US വിയറ്റ്നാം ട്രേഡ് അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ അറിയാനിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ US മാർക്കറ്റ് S&P 500 വീണ്ടും ഒരു ഓൾ ടൈം ഹൈയിലേക്ക് പോയിരുന്നു. നാസ്ഡാക്ക് കോമ്പോസിറ്റ് 0.94% ഒരു മുന്നേറ്റത്തിൽ 20,393 എന്ന റെക്കോർഡ് ക്ലോസിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഡൗ ജോൺസ് 10 പോയിന്റോളം ഇടിഞ്ഞ് 44,484.42 എന്നുള്ള റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഏഷ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വിയറ്റ്നാമും US തമ്മിലുള്ള താരിഫ് ട്രേഡ് അഗ്രിമെൻറ്റ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചും അത് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം വിയറ്റ്നാമിനെ സംബന്ധിച്ച് US 28-40% താരിഫ് ചുമത്തുകയാണെങ്കിൽ ഇന്ത്യക്ക് അത് 10% ഒരു താരിഫാണുള്ളത്. സ്വാഭാവികമായിട്ടും അത് ഗുണകരമായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്ന് കുറയാനുള്ള സാധ്യതയുണ്ട്. സോ എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് കൂടുതലും ഇന്ത്യ കൂടുതൽ അനുകൂല ഒരു രാജ്യമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് വിയറ്റ്നാമിന് 0% താരിഫാണ് ചുമത്തുന്നതെങ്കിൽ ഇന്ത്യ അതെങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. കുറച്ച് ഒരു നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഏഷ്യൻ മാർക്കറ്റ്സ് മിക്സഡ് ആയിട്ട് തുടങ്ങിയതുപോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് സ്റ്റാർട്ട് നൽകിയിട്ടുണ്ട്. 25,566 എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് ആരംഭിച്ചിരുന്നത്. 35 പോയിന്റോളം ഒരു നേട്ടം നിലനിർത്തിയിരുന്നു. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് ഇന്നും നമുക്കൊരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് സ്റ്റാർട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എക്സ്പയറി കൂടിയാണ്. ജൂലൈ മാസത്തിലെ ആദ്യത്തെ വീക്കിലി എക്സ്പയറിയിലോട്ടാണ് കിടക്കുന്നത്. സോ ഒരു വോളറ്റിലിറ്റി നമ്മൾ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. എന്നാലും ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് കൂടുതലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ടെക്നിക്കൽ സൈഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ കൂടി പരിശോധിച്ച് നോക്കാം. ഈ നിലവിലുള്ള ഒരു കറക്ഷൻ ഫേസിൽ ഇതിനു മുൻപ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 25,317, 25,222 എന്നുള്ള സ്വിംഗ് ഹൈസ് ആയിരിക്കും ഇനി മുതൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക എന്നാണ് HDFC സെക്യൂരിറ്റീസിലെ നന്ദിച്ച് അഭിപ്രായപ്പെടുന്നത്. അപ്സൈഡിലോട്ട് വരുമ്പോൾ 25,640, 25,740 എന്നുള്ള സോണിൽ ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി LKP സെക്യൂരിറ്റീസിലെ രൂപക് ദേ പറയുന്നത് 25,500 നമ്മൾ ഇനി ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത്. അതോടൊപ്പം 25,500 ബ്രേക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ 25,600 എന്നുള്ള ലെവലിൽ നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി 25,300 നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഒരു കറക്ഷനിലോട്ട് പോകുമെന്ന് LKP സെക്യൂരിറ്റീസിലെ രൂപക് ദേ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും ഇനി ശ്രദ്ധിക്കേണ്ട ഓഹരികൾ കൂടി നോക്കാം. നൈക്കയുടെ ഓഹരികൾ സ്റ്റോക്സ് ആൻഡ് ഫോക്കസ് ആയിട്ട് വെക്കാവുന്നതാണ്. കാരണം ഈ ഒരു സ്റ്റോക്കിൽ ബ്ലോക്ക് ഡീൽ നടന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. 2.1% സ്റ്റേക്ക് ആയിരിക്കും വിറ്റഴിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹരീന്ദർ പാൽ സിംഗ് ബംഗ ഒപ്പം തന്നെ ഇന്ദ്ര ബംഗ എന്നിവരാണ് ഈ ഒരു സ്റ്റേക്ക് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. 1,200 കോടി രൂപയുടെ ഒരു ഇടപാടായിരിക്കും നടക്കാൻ പോകുന്നത്. ഫ്ലോർ പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് 200 രൂപയാണെന്ന് തന്നെയാണ് അറിയുന്നത്. ഇന്ത്യൻ ബാങ്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. കാരണം അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. 10% ഇയർ ഓൺ ഇയർ വളർച്ച ടോട്ടൽ ബിസിനസ്സിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്.
സോ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി PNB ഹൗസിംഗ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കാരണം PNB ഹൗസിങ്ങിനെ സംബന്ധിച്ച് വലിയ തോതിലൊരു ഫണ്ട് റൈസിങ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 10,000 കോടി രൂപയാണ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ വഴിയായിരിക്കും ഈ ഒരു തുക സമാഹരിക്കുക എന്ന് തന്നെയാണ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത്. സോ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. NBCC 354.88 കോടി രൂപയുടെ പുതിയൊരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കരാർ ലഭിച്ചു എന്ന് അറിയിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു സ്റ്റോക്കും ഫോക്കസിൽ വെക്കാം. തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് ആണ് മറ്റൊരു സ്റ്റോക്ക്. കാരണം ഇവരുടെ ബിസിനസ് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അവരുടെ ടോട്ടൽ ബിസിനസ്സിൽ 10% ഇയർ ഓൺ ഇയർ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഡെപ്പോസിറ്റിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വർധനവ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ അവർ അറിയിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ അപ്ഡേറ്റ്സുകളും വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് വളരെ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മാർജിനൽ ആയിട്ടുള്ള ഒരു വളർച്ചയാണ് പ്രൊഡക്ഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പറയേണ്ടിയിരിക്കുന്നു. ഇയർ ഓൺ ഇയർ പരിശോധിക്കുന്ന സമയത്ത് 1% വർധനവ് മാത്രമാണ് മൈൻഡ് മെറ്റൽ പ്രൊഡക്ഷനിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കണക്ക് നോക്കുമ്പോൾ 15% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം സെയിലബിൾ മെറ്റൽ പ്രൊഡക്ഷൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ 5% കുറയുകയും ചെയ്തിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ 7% കുറവാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ഈ ഒരു സ്റ്റോക്കിന് പൊതുവേ ഒരു അത്ര മികച്ച ഒരു അപ്ഡേറ്റ്സ് ആയിരുന്നില്ല പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി നെസ്ലെ ഇന്ത്യ നമുക്ക് ഫോക്കസ് വെക്കാവുന്നതാണ്. അവരുടെ മാഗി ന്യൂഡിൽ പ്രൊഡക്ഷൻ ലൈന് ഇപ്പോൾ പുതിയ ഫാക്ടറിയിൽ അവർ തുടങ്ങിയതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് 105 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയെന്നാണ് കമ്പനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓറോബിന്ദ ഫാർമ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. യൂറോപ്യൻ കമ്മീഷന്റെ അനുമതി അവരുടെ പുതിയൊരു മരുന്നിന് ലഭിച്ചുവെന്ന് അവരിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. RVNL നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. ചന്ദൻ കുമാർ വർമ്മയെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് നിയമിച്ചതായിട്ട് അറിയിച്ചു. ജൂലൈ 2 മുതൽക്കാണ് അദ്ദേഹത്തിൻ്റെ നിയമനം പ്രാബല്യത്തിൽ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. വോൾട്ടാസ് ഫോക്കസിൽ വെക്കാവുന്നതാണ്. അവർക്കൊരു ഷോക്കോസ് നോട്ടീസ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. GSTയിൽ നിന്നുമാണ് ലഭിച്ചിരിക്കുന്നത്. 25.25 കോടി രൂപയുടെ ഡിമാൻഡ് ഓർഡർ ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി കൊറമണ്ടൽ ഇന്റർനാഷണൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിക്ക് NACL ഇൻഡസ്ട്രീസ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് CCI അനുമതി നൽകിയിട്ടുണ്ട്. 10.69 കോടി ഓഹരികളാണ് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഏകദേശം 53.13% ഓഹരികൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റൈൽ സ്റ്റോക്സുകളൊക്കെ തന്നെ ശ്രദ്ധിക്കാവുന്നതാണ്. കാരണം വിയറ്റ്നാമും US തമ്മിലുള്ള ട്രേഡ് ഡീൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് ടെക്സ്റ്റൈൽ സ്റ്റോക്കുകളാണ്. സോ ഗോകുൽദാസ് എക്സ്പെർട്സ്, KPR മിൽ പോലുള്ള ടെക്സ്റ്റൈൽ സ്റ്റോക്കുകൾ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. CSB ബാങ്ക് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ടോട്ടൽ ഡെപ്പോസിറ്റ്സ് 20% ഉയർന്നതായിട്ട് കാണാം ഇയർ ഓൺ ഇയർ അടിസ്ഥാനത്തിൽ. ഗ്രോസ് അഡ്വാൻസും ഇയർ ഓൺ ഇയർ 32% വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ക്യാസ 14% വർദ്ധിച്ചിരിക്കുന്നത്. മഹീന്ദ്ര നമുക്ക് ശ്രദ്ധിക്കാം. കാരണം അവർ ഇനി അടുത്തൊരു 2 മുതൽ 3 മാസത്തിനുള്ളിൽ അവരുടെ വാഹനങ്ങളുടെ വില ഉയർത്തിയേക്കുമെന്നാണ് ഇപ്പോൾ CEO അറിയിച്ചിരിക്കുന്നത്. സോ മഹീന്ദ്രയും നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിൽ അതോടൊപ്പം തന്നെ നിയർ ടേമിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഓഹരികൾ കൂടി നോക്കാം. അതിൽ ആദ്യത്തെ TVS ശ്രീചക്രയാണ്. ഈ ഒരു സ്റ്റോക്കിന് 10% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത്. ബൊണാൻസയിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ആണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. 3316 രൂപയ്ക്ക് മുകളിൽ ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ്. 3138 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. 3650 രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. നിയർ ടേമിലേക്കാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഷർദ മോട്ടോർ ഇൻഡസ്ട്രീസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. 2084 രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. 12% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത്. 2333 രൂപ ടാർഗറ്റായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. 1960 രൂപയിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം. ഇതും നിയർ ടേമിലേക്ക് ബൊണാൻസയിലെ അനലിസ്റ്റ് തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നൈക്കയിൽ നമുക്ക് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ 4% മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 212 രൂപയ്ക്ക് മുകളിൽ ബൈ ചെയ്യാവുന്നതാണ്. 204 രൂപയിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക. 230 രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. ഇത് LKP സെക്യൂരിറ്റീസിലെ രൂപക് ദേ ആണ് സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. GMR എയർപോർട്ട്സിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ്. 91 രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. 88 രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാം. 6% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത്. 85 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതും LKP സെക്യൂരിറ്റീസിലെ രൂപക് ദേ ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗുജറാത്ത് ഗ്യാസ് ആണ് മറ്റൊരു സ്റ്റോക്ക്.
സ്റ്റോക്കിൽ 500 രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. 4% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് കണക്കാക്കേണ്ടത് 479 രൂപയിലാണ്. 540 രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. ഇതും LKP സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് രൂപക് ദേ തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്.